പ്രവാചകൻ ഇസ്രായേൽക്കാരോട് ചെന്ന് പറയുന്ന ഓർമ്മപ്പെടുത്തലാണ്, ദൈവമായ കർത്താവ് രാജാവായിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ ഭരിക്കാൻ മറ്റൊരു രാജാവിനെ വേണമെന്ന് നിങ്ങൾ പറഞ്ഞു. ദൈവമായ കർത്താവ് രാജാവായിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ ഭരിക്കാൻ മറ്റൊരു രാജാവ് വേണമെന്ന് നിങ്ങൾ പറഞ്ഞു. രാജാവിനെ മറന്നുപോയത്, ദൈവത്തെ മറന്നുപോയത്, വീട്ടുടമസ്ഥനെ മറന്നുപോയത്, അതാണ് പറ്റിപ്പോയ തെറ്റെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തും. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് അതാണ്. ഒരു വീട്ടുടമസ്ഥൻ വന്ന് വഴിയിൽ നിൽക്കുന്ന മനുഷ്യർക്ക് ഓരോ സമയങ്ങളിലായി ജോലി കൊടുക്കുന്നുണ്ട്. അവസാനം കൂലി കൊടുക്കുന്ന നേരത്ത് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്ന കൂലിയിൽ ആദ്യം വന്നവര് അസംതൃപ്തരാകുന്നതിന്റെ കാരണം അവര് ആ വീട്ടുടമസ്ഥന്റെ സ്നേഹം മറന്നുപോയത് കൊണ്ടാണല്ലോ. വെറുതെ വഴിയിൽ നിന്നിരുന്ന തങ്ങളെ വിളിച്ചുകൊണ്ടുവന്ന് ജോലി തരാനും മാത്രമുള്ളവന്റെ കരുതല് അവര് ഇങ്ങനെ വിട്ടുപോയത് കൊണ്ടാ. അതാ പറ്റിപ്പോയ തെറ്റ്, അതാണ് പരാതി വരാനുള്ള കാരണം. ദൈവമായ കർത്താവ് രാജാവായിരിക്കുമ്പോൾ തന്നെ വേറൊരു രാജാവിനെ വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നവർക്ക് അബിമേലെക്ക് രാജാവായി വരുന്നുണ്ട്. അന്നു മുതൽ ഇസ്രായേൽക്കാരുടെ ഒരു തകർച്ച തുടങ്ങുന്നുണ്ട്. കർത്താവിനെ രാജാവായും രക്ഷകനായും നാഥനായും ഒക്കെ അംഗീകരിക്കാൻ പറ്റാതെ പോകുന്നത് നമ്മുടെ കുടുംബത്തെ തളർത്തിയും തകർത്തും കളയുന്നുണ്ടെന്നറിയുന്നത് വലിയൊരു തിരിച്ചറിവായിരിക്കും. വീട്ടുടമസ്ഥൻ എത്രമാത്രം നമ്മളെ കരുതുന്നു, ആ കർത്താവ് എത്രമാത്രം നമ്മളെ പരിപാലിക്കുന്നു എന്നത് മറന്നുപോയി എന്തൊക്കെ പരാതികളാണ് നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. മറ്റൊരാൾക്ക് കിട്ടുന്ന സന്തോഷവും സൗഭാഗ്യവും എൻ്റെ കുടുംബത്തിൽ കിട്ടാത്തത് എന്താണെന്നുള്ളതാ ചോദ്യം. വേറൊരാൾക്ക് ലഭിക്കുന്ന ഉയർച്ച എൻ്റെ മക്കൾക്കില്ലാതെ പോകുന്നത് എന്താണെന്നുള്ളതാണ് പരാതി. ഇങ്ങനെ ഒരുമിച്ച് കരം ചേർത്ത് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന നേരത്ത് ഈ കുടുംബത്തിലേക്ക് സ്വർഗം തന്നിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്തെടുത്തൊന്ന് നന്ദി പറയാൻ മറന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? കർത്താവേ, അങ്ങ് തന്ന നന്മകളും അനുഗ്രഹങ്ങളും വിസ്മരിച്ചു പോയതിനെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നുവെന്ന് ഏറ്റുപറയേണ്ട സമയമാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ.